ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സെപ്റ്റംബർ 13 വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന വലിയ പ്രാസംഗികന്റെ പുണ്യദിനം. സ്വർണ്ണനാവെന്നറിയപ്പെടുന്ന വിശുദ്ധന്റെ പുണ്യദിനത്തിൽ ദൈവിക പുണ്യങ്ങളുടെ സുന്ദര പാതകളെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊന്നുമല്ല, ഇന്നത്തെ സുവിശേഷ ഭാഗം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. നിധിയുടെയും വലയുടെയും രത്നത്തിന്റെയും ഉപമകൾ. ഇവയെല്ലാം കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വിറ്റ് അവയെല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നത് ദൈവവചനം. നല്ലത് ഏതെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവന്റെ ചിത്രം സുവിശേഷത്തിൽ വരച്ചു കാട്ടി നമ്മോട് പറയുന്നത് ദൈവിക പുണ്യങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് തന്നെയാണ്. കുഞ്ഞുനാളുകളിലെ സന്ധ്യ നമസ്കാര പ്രാർത്ഥനയുടെ സമയത്ത് മിക്ക വീടുകളിൽ നിന്നും മുഴങ്ങി കേൾക്കുന്ന ഒരു നമസ്കാര പ്രാർത്ഥനയാണ് ദൈവിക പുണ്യങ്ങൾ. അവ ഇങ്ങനെയാണ്: വിശ്വാസം, ശരണം, ഉപവി. ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, ശരണം, ഉപവി എന്നിവ നമ്മെ പരിശുദ്ധ ജീവിതം നയിക്കാനുള്ള അടിസ്ഥാന കല്ലുകളാണ്. എന്താണ് വിശ്വാസം? കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം എന്നതിൽ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ ജീവിതം ദൈവത്തിൽ പ്രതിഷ്ഠിച്ച് ദൈവം നമ്മെ മനസ്സിലാക്കുന്ന കാരുണ്യമൂർത്തിയാണെന്ന ചിന്തയോടെ ദൈവപരിപാലനയിൽ നമ്മെ എത്തിച്ചേർക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രത്യാശ എന്നതിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ആ സ്നേഹമാകട്ടെ യേശുവിൽ നിന്ന് വരുന്നതും ദൈവിക ജീവൻ അന്വേഷിക്കുന്നതുമാണ്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൽ അഥവാ യുകാറ്റിൽ ദൈവിക പുണ്യങ്ങളെ അതിസ്വാഭാവിക സദ്ഗുണങ്ങളായിട്ടാണ് പറയുന്നത്. അവയുടെ അടിസ്ഥാനം ദൈവമായതിനാലും അവ നേരിട്ട് ദൈവവുമായി ബന്ധപ്പെട്ടതിനാലും ദൈവിക പുണ്യങ്ങൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗങ്ങൾ തന്നെയാണ്. ക്രൈസ്തവന്റെ വിശ്വാസം, ശരണം, ഉപവി എന്നിവ യഥാർത്ഥ ശക്തിയാണ്. ആ ശക്തി ദൈവം നൽകുന്നവയാണ്. ഒരു വ്യക്തിക്ക് ആ ഒരു ശക്തി കൊണ്ട് പരിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും. ഇന്നെന്റെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ദൈവിക പുണ്യങ്ങളുടെ അക്ഷരങ്ങൾക്ക് തെളിച്ച കുറവുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമുക്കത് മറച്ചു വെക്കാതിരിക്കാം. സമയം ഇനിയും വൈകിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. ദൈവിക വിശ്വാസത്തിന്റെ പാതയിൽ, ദൈവിക പ്രത്യാശയുടെ സത്യത്തിൽ, ദൈവിക സ്നേഹത്തിന്റെ ജീവനിൽ നമുക്ക് വളരാം. ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അലങ്കാരമായി മാറട്ടെ. 2025 കാത്തലിക് ജൂബിലി വർഷത്തിന്റെ മുദ്രാവാക്യം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നായിരുന്നു. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഇതാണ് ജൂബിലി വർഷം നമുക്ക് നൽകുന്ന തിരുവചനം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്നുള്ള ഒരു ബോധ്യത്തോടെ ദൈവിക പുണ്യങ്ങളുടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് വളരാം. ജയ് ക്രൈസ്റ്റ്.